ചരിത്രത്തിലാദ്യമായി എറണാകുളം തൃപ്പൂണിത്തുറ നഗരസഭയുടെ ഭരണതലപ്പത്ത് BJP 21 വോട്ട് നേടി അഡ്വക്കേറ്റ് PL ബാബു ചെയർമാനായി വിജയിച്ചു. LDFന്റെ 2 വോട്ട് അസാധുവായി. രാധിക വർമ്മയാണ് വൈസ് ചെയർപേഴ്സൺ. ഒരു സീറ്റിന്റെ ഭൂരിപക്ഷമായിരുന്നു BJPക്ക് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ 3 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് BJP വിജയം. 20 വോട്ടുകളുണ്ടായ LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 18 വോട്ടുകൾ മാത്രം. LDFന്റെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയടക്കം 2 പേരുടെ വോട്ടുകൾ അസാധുവായി. ഇതോടെ BJPയുടെ PL ബാബു തൃപ്പൂണിത്തുറ നഗരസഭയിൽ പുതുചരിത്രം കുറിച്ചു. തൃപ്പൂണിത്തുറയിലെ ആബാലവൃദ്ധം ജനങ്ങളും സാധാരണ തൊഴിലാളികളും കൂലിപ്പണിക്കാരും എല്ലാ ആളുകളും ഒരുപോലെ ആഗ്രഹിച്ചൊരു മാറ്റമാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ക്രമാനുഗതമായിട്ട് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ വളർച്ചയിൽ, വികസനത്തിൽ, മുന്നേറ്റത്തിൽ, പുരോഗതിയിൽ ഞങ്ങളുടെ വലിയ പങ്കുണ്ടാകും. വോട്ടുകൾ അസാധുവാക്കിയതിന് പിന്നിൽ BJP CPIM ഡീലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. BJPയിൽ വല്ലാത്ത കലഹം നടക്കുകയാണ്. ആ BJPയുടെ വോട്ട് അസാധുവാകും എന്നുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെ മറികടക്കുവാൻ CPM മനഃപൂർവ്വം ചെയ്ത ഒരു കളിയുടെ ഭാഗമാണ് ഈ 2 വോട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 40 വർഷം LDFും 5 വർഷം UDFും ഭരിച്ച നഗരസഭയാണ് BJP പിടിച്ചെടുത്തത്. നഗരസഭയിലെ മിന്നും പ്രകടനം തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP പുറത്തെടുത്താൽ LDFനും UDFനും അതൊരുപോലെ തലവേദനയാകും. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.